കലാസ്വാദകരായ എല്ലാ സഹൃദയർക്കും സ്വാഗതം. കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ ലോകമെമ്പാടുമുള്ള ഭാരതീയ വിദ്യാഭവൻ സ്ഥാപനങ്ങളിലെയും ഇൻഫോസിസിൻ്റെ സ്ഥാപനങ്ങളിലെയും അംഗങ്ങൾക്ക് കാണുവാനും കേരളീയർക്ക് നേരിട്ട് കാണുവാനും ഉള്ള ഒരു അസുലഭ അവസരമാണ് ജനുവരി 5 മുതൽ 11 വരെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിന് അടുത്തുള്ള മൺവിളയിലെ ഭാരതീയ വിദ്യാഭവൻ്റെ പുതിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. പഞ്ചഭൂതങ്ങളെ ആധാരമാക്കിയുള്ളതായതിനാൽ എല്ലാ കലാരൂപങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് നടത്തുന്നത്. മാത്രമല്ല, കേരളീയരായ സാധാരണ കലാകാരന്മാരിൽ ഈ രംഗത്തുള്ളവർക്കെല്ലാം കഴിയുന്നത്ര ഒരവസരം ലഭ്യമാക്കുവാനും ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ എല്ലാവർക്കും കാണുവാൻ സാധിക്കും എന്നതിലുപരി തിരുവനന്തപുരത്തുകാർക്ക് ഇത് കാണുവാനുള്ള ഒരു നല്ല അവസരം കൂടിയാണ്. ആട്ടക്കഥകളിലെ ഏറ്റവും വിശേഷപ്പെട്ട നളചരിതത്തിലെ, അതായത് ദി ഗോഡ് ഓഫ് എയർ വായു ഭഗവാൻ, അല്ലെങ്കിൽ ഗോഡ് ഓഫ് ഫയർ അഗ്നി, ഗോഡ് ഓഫ് വാട്ടർ വരുണൻ ഉൾപ്പെടെ ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ എന്നീ 4 ദേവന്മാരുടെ സാന്നിധ്യവും നളൻ്റെയും ദമയന്തിയുടെയും സാന്നിധ്യവും അതുപോലെ വിദ്യാദേവതയായ വാണിദേവിയുടെ സാന്നിധ്യവുമുള്ള നളചരിതത്തിലെ ദമയന്തി സ്വയംവരമാണ് 2 മണിക്കൂർ കൊണ്ട് ജനുവരി 5 തീയതി കാണിക്കുന്നത്. കൂടിയാട്ടമാണെങ്കിൽ സീതാദേവിയുടെ അഗ്നിപ്രവേശ അംഗമാണ് കാണിക്കുന്നത്. അഗ്നിപ്രവേശം അതിജീവിച്ച് വിജയശ്രീലാളിതയായി തിരിച്ചു വന്ന സീതാദേവിയുടെ കഥയാണ് അതിൽ പറയുന്നത്. നങ്ങ്യാർ കൂത്താണെങ്കിൽ അത് ശ്രീകൃഷ്ണലീലയാണ് കാണിക്കുന്നത്. ചാക്യാർ കൂത്ത് സൃഷ്ടിയുടെ വൈഭവം. ബ്രഹ്മാവ് കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി ജീവൻ നൽകി എന്ന് പറയുന്നത് പോലെ കുലാലൻ കളിമണ്ണ് കൊണ്ട് മൺകലമുണ്ടാക്കുന്നു. 2 പേരും സൃഷ്ടികർമ്മമാണ് നടത്തുന്നത്. അത് തന്നെ ഭൂമിദേവി അല്ലെങ്കിൽ എലിമെൻ്റ് ഓഫ് മഡ് കൊണ്ട് ഭൂമിയുടെ പര്യായമാണ് അതിൽ കാണിക്കുന്നത്. അതിനുപരി കേരളത്തിലെ മറ്റു കലാരൂപങ്ങളും പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്നു. കല്യാണ സൗഗന്ധികം ശീതങ്കം തുള്ളൽ ആകർഷകമായ ഒരു പരിപാടിയാണ്. വായു ഭഗവാൻ, എയർ ഓഫ് ഗോഡിൻ്റെ 2 പുത്രന്മാർ യോജിക്കുന്ന ഒരു അപൂർവ സംഗമമാണത്. അത് വളരെ നന്നായി കലാമണ്ഡലം പ്രഭാകരൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്നു. നൃത്ത പരിപാടികളുടെ എല്ലാം നേതൃത്വം വഹിക്കുന്നത് ഡോക്ടർ രാജശ്രീ വാര്യർ എന്ന അപൂർവ സിദ്ധികളുള്ള ഒരു നടന വൈഭവമാണ്. അതുപോലെ തന്നെ കേരള നടനവും എല്ലാം അതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. വാദ്യവൃന്ദ എന്നൊരു പരിപാടി, കേരളത്തിൻ്റെ വാദ്യഘോഷങ്ങൾ, ആകർഷകമായ വാദ്യമേളങ്ങളെല്ലാം ഒത്തുചേരുന്ന ഒരു വാദ്യവൃന്ദ നമ്മുടെ ഫെസ്റ്റിവൽ ഡയറക്ടർ കൂടിയായ പ്രൊഫസർ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. സ്കൂൾ കുട്ടികളുടെ വൈവിധ്യമാർന്ന പരിപാടികൾക്കും ഇതിൽ സ്ഥാനം നൽകിയിട്ടുണ്ട്. 1-ാം തരം ഒരു തായമ്പക ഇതിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുന്നു. 1.5 മണിക്കൂർ പൊരിഞ്ഞ മേളം കലാമണ്ഡലം കൃഷ്ണദാസും മകൾ രഹിതയുമായി ചേർന്ന് നടത്തുന്നു. 16 കലാകാരന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളവർ പങ്കെടുക്കുന്ന ഈ തായമ്പകയെ തുടർന്ന് പുതിയ ഒരു കലാരൂപം, ഒരു കുട്ടികൾക്ക് എൻജോയ് ചെയ്യുന്നതിനുള്ള ഒരു കലാരൂപമായ സോങ്ക്രാൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന വാട്ടർ ഫെസ്റ്റിവലും ഇതിൻ്റെ ഭാഗമായുണ്ട്. ഈ വാട്ടർ ഫെസ്റ്റിവലിൽ കുട്ടികൾ വഞ്ചിപ്പാട്ട് പാടുമ്പോൾ ഈ മേളക്കാർ, പ്രഗത്ഭരായ മേളക്കാർ തന്നെ പഞ്ചാരി മേളം നടത്തും എന്നുകൂടി എല്ലാവരെയും അറിയിക്കുവാൻ താല്പര്യപ്പെടുന്നു. നങ്ങ്യാർകൂത്ത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഒരു ഷിബിന എന്ന് പറയുന്ന ഒരു യുവതി, മാർഗിയിൽ പഠിച്ച അവർ 1-ാം തരമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ എല്ലാ കലാരൂപങ്ങളും, ഇതുകൂടാതെ കുമ്മാട്ടിക്കളി, ഫോക്ക് ആർട്സും ക്ലാസിക്കൽ ആർട്സിനും അതീവ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതായിരിക്കും ഈ 7 ദിവസത്തെ ഫെസ്റ്റിവൽ. എല്ലാവരും ഇത് വന്ന് കാണുകയും ആസ്വദിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല യാതൊരു ടിക്കറ്റോ ഒന്നുമില്ല.
ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാവർക്കും സൗജന്യമായി തന്നെ ഈ പരിപാടികൾ കാണാവുന്നതാണ്. എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട്, എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട്, നല്ല ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.